പാരീസ് ഒളിമ്പിക്സ് ഫുട്ബോളിൻ്റെ ഒന്നാം ദിനം കായിക ലോകം സാക്ഷിയായത് അസാധാരണ സംഭവങ്ങൾക്ക്. സമനിലയിൽ പിരിഞ്ഞ മത്സരത്തിൽ 2 മണിക്കൂറിന് ശേഷം മൊറോക്കയെ ജേതാക്കളായി പ്രഖ്യാപിച്ചു. ഇരു ടീമും 2 ഗോൾ വീതമാണ് നേടിയത്. 15 മിനിറ്റാണ് മത്സരത്തിന് ഇഞ്ചുറി ടൈം നൽകിയത്. അർജന്റീന സമനില ഗോൾ നേടിയത് 16-ാം മിനിറ്റിൽ. ഇതോടെ മൊറോക്കൻ ആരാധകർ പ്രതിഷേധിച്ച് ഗ്രൗണ്ട് കയ്യേറി. ഇതോടെ 1.25 മണിക്കൂർ കളി തടസ്സപ്പെട്ടു. ഇതെല്ലാം കഴിഞ്ഞാണ് റഫറി ക്രിസ്ത്യൻ മെഡീനയുടെ സമനില ഗോൾ വാർ പരിശോധനയ്ക്ക് വിട്ടത്. 3/4 മണിക്കൂറോളം നീണ്ട വാർ പരിശോധനയ്ക്ക് ശേഷം മെഡീനയുടെ സമനില ഗോൾ ഓഫ്സൈഡാണെന്ന് കണ്ടെത്തി. ഇതോടെ മൊറോക്കയെ ജേതാക്കളായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഫുട്ബോൾ ചരിത്രത്തിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്ത സംഭവങ്ങളാണ് പാരീസിലെ ഒളിമ്പിക്സ് വേദിയിൽ കണ്ടത്. ഇതോടെ മൊറോക്കയ്ക്ക് 3 പോയിന്റായി. ആദ്യ പകുതിയിൽ സൊഫീന റഹീമിയുടെ ഗോളിന് മൊറോക്ക മുന്നിട്ട് നിന്നു. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ സൊഫീനെ 2ാം ഗോളും നേടി. പെനാൽറ്റിയിലൂടെയായിരുന്നു മൊറോക്കയുടെ 2ാം ഗോൾ. 68-ാം മിനിറ്റിലായിരുന്നു അർജന്റീനയുടെ ആദ്യ മറുപടി ഗോൾ. ഗീലാന സിമിയോണിയായിരുന്നു സ്കോറർ. ഇതിനുശേഷമാണ് റഫറി അസാധാരണമായി 15 മിനിറ്റ് ഇഞ്ചുറി ടൈം നൽകിയതും വിവാദ ഗോൾ പിറന്നതും. അർജന്റീനയെ നിക്കോളസ് ഒറ്റമെന്റിയും മൊറോക്കയെ അഷ്റഫ് ഹക്കീമിയുമാണ് നയിച്ചത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.